അപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കഴുകി വാരിയിട്ടുണ്ട്, ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ മീൻ ഞാൻ ഇങ്ങനെ കേട്ടോ നന്നാക്കിയിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെ നന്നാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വാരിയിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലുള്ള മസാലകളൊക്കെ അതിൽ പിടിക്കുക കേട്ടോ. അപ്പോൾ തലഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തലഭാഗം നന്നായിട്ട് മുരിച്ച് കഴിക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം വാരിയിട്ടിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വാരിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റോള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ചെറിയ വെളുത്തുള്ളി നന്നാക്കുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഞാനിങ്ങനെയൊക്കെ നന്നാക്കുക കണ്ടോ. തൊലി കളയണത് ഇങ്ങനെ പിടിക്കുക, ഒരു ഇല്ലി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് നടു ഇങ്ങനെ കളയുക കണ്ടോ. ഇങ്ങനെ കളഞ്ഞിട്ട് കണ്ടോ 2 ലെയറായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ കണ്ടോ. ഒരു പ്ലേറ്റ് എടുത്താൽ ഈ ഉള്ളി ഇടാൻ. അപ്പോൾ അത് ഞാൻ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മീനിലേക്ക് ഈ മസാലകൾ ഇടട്ടെ കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി, മല്ലി വേണ്ടോ, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ കൂടുതലും എല്ലാത്തിലും ഇടലുണ്ട്, ചിക്കനിലാണെങ്കിലും മീനിലാണെങ്കിലും ഞാൻ കൂടുതൽ ഇടലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയ്ക്ക് മോള് പോയിട്ട് കിട്ടിയില്ല, ഞാൻ എടുത്ത് കൊണ്ടട്ടെ. കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, ഗരം മസാല. പിന്നെ ചൂടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കാറ്. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി കേട്ടോ, അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ കണ്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടണേ. ഞാനത് കയ്യിലുകളൊന്നും വെച്ചുണ്ടാവില്ല. പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. വെള്ളം കൊടുന്നാ ഞാൻ ഇവിടെ വെച്ച വെള്ളം കൊണ്ടുപോയോ? കുറച്ച് വെള്ളം കൂടുതലായിട്ട് മസാല ഒന്ന് പിടിക്കാനേ ഞാൻ കുറച്ച് വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയ്ക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളക് വേണമെങ്കിൽ ചതക്കണേക്ക് ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ചോയ വ്യത്യാസം വന്നാലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇട്ട വറക്കാറ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ കാണാവേ. അപ്പോൾ അതിൽ എണ്ണ പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം സാമ്പാറും
മീൻ പൊരിച്ചതുമാണ് കേട്ടോ. ഏട്ടൻ ചിലപ്പോൾ വരുമ്പോൾ ചിക്കൻ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പം അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് വറവ് റെഡിയാവട്ടെ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് വേറെ വീട്ടിലും 2 വീട്ടിലായിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് PM വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് പറയാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചത് ഐലാശ്ശേരിയിലേക്കാണ്. അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മക്കളും ഈ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവും. പിന്നെ വേറെ വീടെന്ന് വെച്ചാൽ അത് എൻ്റെ സ്വന്തം വീട് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ വേറെ വീട് വെച്ചിട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട് പണി ആയതുകൊണ്ട് ഞാനും ഏട്ടനും മക്കളും ഇപ്പോൾ ഞങ്ങളുടെ പഴയ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വേറെ 2 വീടായിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ വീട്ടിൽ പോണ സമയത്ത് അവിടെ നിന്ന് എടുക്കാറുണ്ട്. അതാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഞാൻ ജനിച്ച് വളർന്ന വീട്ടിലാണ് കേട്ടോ അപ്പം ഞങ്ങളുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ പോയത്. അതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി അപ്പോൾ നമ്മുടെ മീൻ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിളിമീനാണ് കേട്ടോ. ചില ആളുകൾ എന്താ ഇപ്പോൾ വേറൊരു പേര് അതിനകത്ത് പറയാറ്. എനിക്ക് വലിയ അറിവില്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുക? പുതിയാപ്പിളക്കോരെ അങ്ങനെ എന്താ തോന്നുന്നുണ്ട് ഇതിന് പറയുക കേട്ടോ. ഞങ്ങളിവിടെ കിളിമീൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ മസാല കരിയാതെ എടുക്കണം കേട്ടോ, എന്നാലും കേട്ടോ ആ ടേസ്റ്റ് കിട്ടുക. മസാല കരിയാതെ എടുക്കണേ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എന്നാലും ആ ഇഞ്ചിൻ്റെ ചുവ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ കേട്ടോ. ബായ്.